ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. സോ ഇന്ന് നമുക്ക് ഒന്ന് പുറത്തൊക്കെ ഒന്ന് പോയിട്ടൊന്ന് റിലാക്സ് ആയിട്ട് വരാം. ആൻഡ് നമ്മൾ പോകുന്നത് ദുബായ് മോളിലേക്കാണ്. ഇത് ആക്ച്വലി ഒരു 1 വീക്ക് മുന്നത്തെ വീഡിയോ ആണ്, അതായത് കഴിഞ്ഞ വീക്കെൻഡിൽ എടുത്ത വീഡിയോ ആണ്. സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കാനുള്ള ഒരു പ്ലാനും ഇല്ലേനു. മോളിൽ കയറി മുമ്മൂസോന്റെ ഉള്ളിൽ കയറിയതിന് ശേഷമാണ് എന്റെ പ്ലാനിങ് മൊത്തം മാറിയത്. അതുകൊണ്ടാണ് ചില വീഡിയോസുകൾ ലാൻഡ്സ്കേപ്പ് അല്ലാണ്ട് കാണുന്നത്. മോളിലൊക്കെ അങ്ങോട്ട് കയറിയതും ഞാൻ നേരെ കയറി പോയത് മുമ്മൂസോന്റെ ഉള്ളിലേക്കാണ്. ഈ മുമ്മൂസോ മാത്രമല്ല, എല്ലാ മുക്കിലും മൂലയിലും ഇതേ കളർ തീമിലുള്ള ഇഷ്ടംപോലെ ഷോപ്പ് ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. അതുകൊണ്ട് തന്നെ എന്തൊക്കെ മുമ്മൂസോന്റെ ഉള്ളിൽ കണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. നാട്ടിലും മുമ്മൂസോ എന്ന് പേരുള്ള ഒരു ഷോപ്പ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതൊക്കെയോ വീഡിയോസിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ആക്ച്വലി വിചാരിച്ചത് ആ ഒരു ഷോപ്പിൽ കുട്ടിക്ക് പറ്റിയ ഐറ്റംസ് മാത്രമേ ഉള്ളൂ എന്നാണ്. അതായത് ഈ ക്രാഫ്റ്റും ആർട്ടും അങ്ങനത്തെ ഐറ്റംസ്, ഈ സ്കൂളിലേക്കുള്ള സ്റ്റേഷനറി ഐറ്റംസ് അങ്ങനത്തെ ഒക്കെ. പക്ഷെ അങ്ങനെയല്ല, നമുക്കൊക്കെ പറ്റിയ സ്കിൻ കെയർ ഐറ്റംസ് വരെ ഉണ്ട്. അതുവരെ ഭയങ്കര ക്യൂട്ടാക്കിയിട്ടാണ് ഇവിടെ കൊണ്ടുവച്ചിട്ടുള്ളത്. ഞാൻ അവിടെ നിന്ന് എന്തായാലും കുറെ സാധനങ്ങളൊക്കെ നോക്കി. ഈ ഒരു സാധനം ഒരു ബോഡി ലോഷൻ ആണ്. ഇതുപോലെ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ എല്ലാത്തിന്റെയും ടെസ്റ്റർ അവിടെ ഉണ്ടാവും. സോ അതൊന്ന് കണ്ടപ്പോൾ ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയാണ്. പക്ഷെ ഞാൻ വിചാരിച്ച പോലത്തെ ഒരു സ്മെല്ലൊന്നും ഇല്ലായിരുന്നു. മോളിൻ്റെ ഉള്ളിലേക്ക് കയറി നമ്മൾ ഫസ്റ്റ് തരുന്നത് ഫുഡ് കോർട്ടായിരുന്നു. ആ ടൈമിലാണ് മുമ്മൂസോ ഞാൻ കണ്ട് അതിനുള്ളിൽ ഞാൻ കറങ്ങിക്കൊണ്ടിരുന്നത്. ഫുഡ് കോർട്ട് തരിക മീൻസ് ഏറ്റവും ടോപ്പ് ഫ്ലോറിലാണ് ഫുഡ് കോർട്ട് ഉള്ളതെന്ന് അറിയാം. പക്ഷെ അങ്ങോട്ടേക്ക് എത്തിപ്പെടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലൊരു ടാസ്ക് ആണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏത് മൂലയിലും മുക്കിലും നോക്കിയാലും നമുക്ക് ഇതുപോലത്തെ ഓരോ ഷോപ്പ് കാണാം. പക്ഷെ നമ്മൾ കയറരുത്. ഇനി ഇതിലേക്കൊന്ന് സൂക്ഷിച്ചു നോക്കിയാൽ നമുക്ക് സ്റ്റാർ പോലെ കാണാം. ഇതടുത്ത സീലിംഗ് ആണ് കേട്ടോ. ഇത് നമ്മൾ മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് സ്റ്റാർ ഇങ്ങനെ തെളിഞ്ഞു വരും. അതെന്തോ സെറ്റപ്പ് ആണെന്നൊക്കെ ഞാൻ ഏതോ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ മാസം നമ്മളിവിടെ വന്ന ടൈമിൽ പുറത്തേക്കൊന്നും പോയിട്ടില്ലേനു. അതായത് ഈ ഫൗണ്ടൈൻ കാണാനൊന്നും പോയിട്ടില്ല. മോളിൻ്റെ ഉള്ളിൽ തന്നെ കറങ്ങിയിട്ട് തിരിച്ചു പോവുക ചെയ്യും. കാരണം വേറെ ഒന്നല്ല, പുറത്ത് നല്ല അടിപൊളി ചൂടാണ്. പക്ഷെ ഈ തവണ എന്തായാലും പുറത്തേക്കൊന്ന് ഇറങ്ങി ഫൗണ്ടൈനൊക്കെ കണ്ടിട്ടാണ് നമ്മൾ തിരിച്ചു പോയത്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും മോളിൻ്റെ ഉള്ളിലേക്ക് തന്നെ കയറി. സാധാരണ ഉണ്ടാകുന്ന ആ ഒരു തിരക്ക് ഈ പ്രാവശ്യം ഉണ്ടായിട്ടില്ലായിരുന്നു. പുറത്തൊക്കെ നല്ല ചൂടായതുകൊണ്ടാണോ എന്നറിയില്ല. പിന്നെ എപ്പോൾ വന്നു കഴിഞ്ഞാലും ഈ ഒരു ഷോപ്പിൻ്റെ ഉള്ളിൽ കയറാണ്ട് ഒരു മടക്കം എനിക്ക്. അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ നെക്സ്റ്റ് ഷോപ്പിൽ കയറിയിട്ടുണ്ട്. ഇവിടെ ഭയങ്കര ഓഫറൊക്കെ ഉണ്ടെന്ന് കേട്ടിട്ടാണ് കയറിയത്. നോർമലി ഈ ദുബായ് മോളിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫുഡ് കഴിക്കും, കുറച്ച് കറങ്ങുന്നല്ലാണ്ട് ഒരു സാധനം വാങ്ങാൻ നിൽക്കലില്ല. പക്ഷെ ഇവിടെ ഓഫർ ഉള്ളതുകൊണ്ട് നമ്മൾ കുറച്ച് സാധനമൊക്കെ വാങ്ങിയിട്ടാണ് തിരിച്ചു പോകുന്നത്. അങ്ങനെ കറക്കവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നല്ല ടയർഡാവും. ഈ ഒരു മോളിൽ വന്നാലുള്ള പ്രത്യേകത അതാണ്, നടന്ന് നമ്മൾ കൊയങ്ങും. സമയം 11 മണി ആയിട്ടുണ്ട്. പക്ഷെ നല്ല തിരക്കുണ്ടല്ലേ. അങ്ങനെ നമ്മൾ തിരിച്ചു പോകാന്ന് വിചാരിച്ച് പോണ വൈക്കും കുറെ ഷോപ്പിലൊക്കെ കയറി. അത് എടുക്കാനുള്ള ചാർജിന്റെ ഫോണിൽ ഇല്ലേനു. വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്യുക.